നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇന്ന് രാവിലെ ആദർശിന്റെയും നയനയുടെയും വിശേഷങ്ങളൊന്നും ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നാളെ മുതൽ കൃത്യസമയത്ത് തന്നെ വീഡിയോസും കാര്യങ്ങളും ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന നവ്യയുടെ ഓരോ ചോദ്യങ്ങളൊക്കെ കേട്ടുകഴിഞ്ഞപ്പോ മൂർത്തി മുത്തശ്ശന് ദേഷ്യ സങ്കടമായി. സ്വന്തം കുടുംബത്തിലുള്ളവരെ അച്ഛനും അമ്മയൊക്കെയാണ് അവള് തള്ളി പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, അഭിയേക്കാളും വലിയ തെറ്റ് ചെയ്തവനാണ് ആദർശം എന്നുള്ള രീതിയിലുള്ള സംസാരം കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു മുത്തശ്ശന്. എന്നാലും ഹബി ആദർശ ചെയ്തത്ര വലിയ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല മുത്തശ്ശ. പിന്നെ എന്തിനാ ഹബി എങ്ങനെ എല്ലാരും കുറ്റപ്പെടുത്തുന്നതെന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോ മുത്തശ്ശൻ പറഞ്ഞു, അതെ, നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ അബിയോട് തന്നെ ചെന്ന് ചോദിച്ചു നോക്ക്. ഇന്നല്ലെങ്കിൽ നാളെ നിനക്കതൊക്കെ മനസ്സിലാവും. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കണ്ണടച്ച് അവനെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അവസാനം നിനക്ക് പെരുവഴിയായിരിക്കും ഫലം എന്ന് പറഞ്ഞു. നിന്റെ അച്ഛനും അമ്മയൊക്കെ നിന്റെ നന്മയെ കരുതിയിട്ടാണെന്ന് ഓരോന്ന് പറയണേ. അല്ലാതെ നീ തകർന്നു പോകാനായിട്ട് അവരൊരിക്കലും ആഗ്രഹിക്കത്തില്ല എന്ന് പറഞ്ഞു. അത്രത്തോളം വരത്തില്ലല്ലോ നിന്റെ ഭർത്താവായ അബി എന്ന് പറഞ്ഞു. മുത്തശ്ശൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, അബിയുടെ കാര്യത്തില് എനിക്കൊരു സംശയമില്ല. അവൻ നേരത്തെ അവൻ എന്നെ ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയൊന്നുമല്ല. ഇപ്പൊ അവൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. പോരാത്തന്നെ ഞങ്ങളുടെ മോനും കൂടെ ഉണ്ടായതിനു ശേഷം അവൻ എന്നെ അത്രയ്ക്ക് ഇഷ്ടമാന്ന് പറഞ്ഞു. ശരി, ആയിക്കോട്ടെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ നവ്യെ. എനിക്ക് കൂടുതലൊന്നും പറയാനില്ലെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോ നവ്യ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. നവ്യ ഓർത്തു, മുത്തശ്ശനും അവരോടൊപ്പം ചേർന്ന് അബിയെ കുറ്റക്കാരനാക്കാൻ ശ്രമിക്കുക എന്നുള്ള ചിന്തയായിരുന്നു നവ്യയുടെ മനസ്സിൽ. അല്ലാതെ ഈ പറയുന്ന തന്റെ ഭർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല, എല്ലാരും കൂടെ ചേർന്ന് ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുക എന്നൊരു ചിന്ത. ഇതേ സമയത്ത് ആദർശും ജയനും കൂടെ സംസാരിക്കുകയാണ്. അപ്പം ജയനോട് ആദർശ് പറഞ്ഞു, അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട, ഉറപ്പായിട്ടും അധികം വൈകാതെ തന്നെ സത്യങ്ങളൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ മുത്തശ്ശന്റെ അരിയിലേക്ക് വരുന്നുള്ളൂ. എടാ, നിന്റെ മുത്തശ്ശന് നല്ല വിഷമമുണ്ട്. പക്ഷെങ്കിൽ അതൊന്നും പുറമെ കാണിക്കുന്നില്ലെന്ന് എനിക്ക് തോന്നേ. ഒരു പക്ഷെങ്കിൽ ദേഷ്യം അഭിനയിക്കുന്നതാണോന്ന് പോലും സംശയം ഉണ്ടെന്ന് പറഞ്ഞു. ആദർശ് പറഞ്ഞു, അതെനിക്കും തോന്നാതിരുന്നില്ല. അല്ലെങ്കിൽ മുത്തശ്ശൻ എന്താണെങ്കിലും ഞങ്ങൾ ഇത്രമാത്രം അകറ്റി നിർത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. സാരമില്ലട മോനെ, എല്ലാം ശരിയാവുന്നൊരു ദിവസം വരുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ആദർശിന്റെ ഫോൺ ബെല്ലടിക്കുന്നത്. ആദർശ് പെട്ടെന്ന് പറഞ്ഞു, അതേ അച്ഛൻ, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു ഫോൺ എടുത്ത് സംസാരിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോവാണ്. കുറച്ച് കഴിഞ്ഞപ്പോ അനിയും അവന്തിക അവരെല്ലാരും കൂടെ പോവാനായിട്ട് റെഡിയായിട്ട് അങ്ങോട്ട് വന്നു. ആ സമയത്ത് നന്ദു ഇങ്ങനെ അനിയൊന്നും നോക്കണം. അവര് പരസ്പരം അങ്ങോട്ട് നോക്കണം. കനക അത് കണ്ടു. കനയ്ക്ക് ഒട്ടും കൂടി ഇഷ്ടപ്പെട്ടില്ല. കനകയുടെ മനസ്സിൽ സംശയങ്ങളുണ്ടായി. ഇനി ഇവര് തമ്മിൽ ഇപ്പോഴും ഇഷ്ടത്തിലാണോ എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായി. അനിയ ഇറങ്ങുന്ന സമയത്ത് അവധി പറഞ്ഞു, അനിയേട്ടൻ ഞാനും അനിയേട്ടനോടൊപ്പം വരുവാന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് അങ്ങോട്ട് പോകുന്നത്. അവധേക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇവിടുന്ന് അവിടം വരെ അനിയേട്ടനോടൊപ്പം യാത്ര ചെയ്യാലോ എന്നൊരു ചിന്ത. അവരങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും ദേവേരി ചോദിച്ചു, അല്ല ആദർശനെ കണ്ടില്ല മോളെ, ആദർശ് എന്തെന്ന് ചോദിച്ചു. ജയൻ പറഞ്ഞു, ആദർശൻ നെട്ടോട്ടത്തിലാന്ന് പറഞ്ഞു. നെട്ടോട്ടത്തിലോ? അതെ, എത്രയും പെട്ടെന്ന് തന്നെ സത്യങ്ങളൊക്കെ കണ്ടെത്തി അങ്ങോട്ടേക്ക് വരണമെന്ന് അവരുടെ ആഗ്രഹം. അതിനു വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചിലാന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ കനക പറഞ്ഞു, അത് ശരിയാ, ആദർശ് മോനാണെങ്കിലും ശരി, ഇവിടെ വന്നതിന് ശേഷമാണെങ്കിലും എപ്പോഴും ഇങ്ങനെയാ സത്യങ്ങളൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ നന്ദു ആണെങ്കിലും നയനമോളാണെങ്കിലും ഒപ്പം തന്നെ കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ നന്ദു പറഞ്ഞു, വിഷമിക്കൊന്നും വേണ്ട, സത്യങ്ങളൊക്കെ അധികം വൈകാതെ തന്നെ പുറത്തു വരിക തന്നെ ചെയ്യും. നയനേച്ചിയും ആദർശേട്ടനും ഒക്കെ അനന്തപുരിയിലേക്ക് തന്നെ തിരികെ വരുമെന്നൊക്കെ ദേവേനോടും ജയനോടും ഒക്കെ പറയുന്നുണ്ട്. അത് കേട്ടപ്പോ ദേവേനി പറഞ്ഞു, എത്രയും പെട്ടെന്ന് മോൾ അങ്ങോട്ട് വരണമെന്ന് എന്റെ ആഗ്രഹം. മോൾ ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും എന്റെ നെഞ്ചിനകത്ത് എന്തൊരു തീയാന്നറിയാവോ? മുത്തശ്ശി പറഞ്ഞു, സാരമില്ല, പോട്ടെ, എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കുറെ സമയം കൊണ്ട് സംസാരിച്ചിരുന്നതിന് ശേഷമാണ് ദേവേനിയും ജാനകി അവരെല്ലാരും കൂടെ അങ്ങനെ വീട്ടിലേക്ക് ചെല്ലുന്നത്. ഈ സമയത്ത് ജലജ ഉണ്ടായിരുന്നു ഇവിടെ. ജലജ അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഇറങ്ങി വന്നു. എന്നിട്ട് ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു ചടങ്ങൊക്കെ? ഗംഭീരമായിരുന്നു എന്ന് ചോദിച്ചു. ജാനകി പറഞ്ഞു, ഇതിപ്പോ ചോദിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ, അങ്ങോട്ടേക്ക് വരുമായിരുന്നു, അറിയായിരുന്നല്ലോ. ദേവേനി പറഞ്ഞു, അതെങ്ങനെയാ? അവള് വരാതിരിക്കുന്നത് നല്ലതാ, വന്നിട്ടുണ്ടെങ്കിൽ കുശുമ്പും കുന്നായ്മ മാത്രമല്ലേ ഉള്ളെന്ന് പറഞ്ഞു. ജലജ ചോദിച്ചു, എന്തൊക്കെയാ അടുത്തി പറയണേ? നീ കൂടുതലൊന്നും പറയണ്ട. ജലജ പറഞ്ഞു, പിന്നെ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ നവ്യമോൾക്ക് ഇഷ്ടപ്പെടത്തില്ല എന്ന് കരുതിയിട്ടാ ഞാൻ വരായിരുന്നേ, അല്ലെങ്കിൽ ഞാൻ വന്നേനെന്ന് പറഞ്ഞു. അവൾക്കിപ്പം അവളുടെ വീട്ടുകാരുടെ അത്ര താല്പര്യമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. അതേടി, എല്ലാത്തിനും കാരണം ആരാന്നറിയാവോ? നിന്റെ മോന. ആ കാര്യം നീ മറക്കരുതെന്ന് പറഞ്ഞു. നിന്റെ മോന ഒറ്റയൊരുത്തം കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നേ. ദേ, അധികം കളിച്ചാറുണ്ടല്ലോ, അവനോട് പറഞ്ഞേരെ. സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും അവളെ പ്രതികരിക്കാതിരിക്കുന്ന എന്താന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ അവനും നീയും ചേർന്ന് എന്തെങ്കിലുമൊക്കെ കള്ളത്തരങ്ങൾ പറഞ്ഞു പിടിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും.
ഇനി അങ്ങനെ എന്തേലും വീണ്ടും ചെയ്യുവാണെങ്കിൽ വെറുതെ ഇരിക്കില്ല ഞാൻ. തെളിവുകൾ സഹിതം നിന്റെ മോളുടെ മുന്നിൽ ഞാൻ അങ്ങനെ ഹാജരാക്കും. അവനോട് പറഞ്ഞാൽ അടങ്ങി ഒതുങ്ങി ഇരിക്കാനായിട്ട്. ഇത് കേട്ടപ്പോ ജലജ പറഞ്ഞു, അതിനിപ്പം അബി ഒന്നും ചെയ്യുന്നില്ല എടുത്തിന്ന് പറഞ്ഞു. ഒന്നും ചെയ്യുന്നില്ലെന്നോ? നിന്റെ മരുമോളുണ്ടല്ലോ, നിന്റെ മരുമോൾക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലാ ഇപ്പം. മര്യാദക്കാണെങ്കിൽ ഇന്ന് ആ ചടങ്ങ് നടക്കുന്നിടത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ. നായനമോൾക്ക് നല്ല സങ്കടമായിട്ടുണ്ടെന്ന് തോന്നേ. ഒന്നും അല്ലെങ്കിലും സ്വന്തം ചേച്ചിയല്ലേ. ഈ പറയുന്ന നവ്യെ എത്രയോ വട്ടം അവള് സഹായിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ പറയുന്ന നവ്യക്ക് ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നായനമോളാണെങ്കിൽ ഓടി വന്നേനം. പക്ഷെ നിന്റെ മരുമോൾക്ക് അതൊന്നും മനസ്സിലാകുന്നില്ല. അവൾ അടങ്ങി ഒതുങ്ങി ഇരുന്നില്ലെങ്കിൽ ഉള്ള സത്യങ്ങളൊക്കെ വിളിച്ച് ഞാൻ പറയും. വിളിച്ചു പറഞ്ഞിട്ട് അവൾ വിശ്വസിച്ചില്ലെങ്കിൽ തെളിവുകൾ സഹിതം ഞാൻ അങ്ങോട്ട് ഹാജരാക്കുമെന്ന് പറഞ്ഞു. നീ നിന്റെ മകനൊക്കെ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇപ്പൊ അവൾ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്ന എന്താന്ന് വെച്ചാൽ അവൾക്കൊരു വിശ്വാസം ഉണ്ടെന്ന് തോന്നുന്നു അബിയുടെ മേലില്. അബി അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന്. പക്ഷെ തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ടെങ്കിൽ അവൾക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആ സമയം ജാനകി പറഞ്ഞു, എന്നാലും ജലജെ സമ്മതിച്ചു തന്നിരിക്കുന്നു പറഞ്ഞു. നിന്നെയൊക്കെ ഒന്നുമില്ലല്ലോ, ഈ വീട്ടിൽ കഴിയുന്നല്ലേ. ഇനിയിപ്പൊ നവ്യക്ക് വരാൻ മടി ഉണ്ടായിരുന്നെങ്കിൽ നീ വേണമായിരുന്നു അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവിടേക്ക് കൂട്ടിക്കൊണ്ടു വരാനായിട്ട്. ദേവേനി പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും ഇവിടുന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. ജലജയല്ലേ ആള്, അതൊന്നും ഒരിക്കലും സംഭവിക്കാൻ പോകുന്ന കാര്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് ദേവേനെ അങ്ങോട്ട് കയറി പോവുകയും ചെയ്തു. ജലജയ്ക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നവ്യ തന്നോടൊപ്പം ഉണ്ടല്ലോ. ഇനിയിപ്പൊ ഇവരൊക്കെ എന്തൊക്കെ പറഞ്ഞ പോലെ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. പിന്നെ തെളിവുകൾ എന്തെങ്കിലും കൊടുക്കുവാണെങ്കിൽ നവ്യ വിശ്വസിച്ചാലോ. തൽക്കാലത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ, തന്റെ മോനൊരു നല്ല കാലം വരാൻ പോവല്ലേ എന്നൊരു ചിന്തയായിരുന്നു. ഈ സമയത്ത് മുത്തശ്ശി മുറിയിലേക്ക് വന്നു. മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ അതൊക്കെ ഞാൻ വീഡിയോ കോൾ വിളിച്ച് കാണിച്ചല്ലേന്ന് ചോദിച്ചു. കാണിച്ച, എന്നാലും അതെ ഒരു കാര്യം എനിക്ക് ഉറപ്പായെന്ന് പറഞ്ഞു. എന്ത്? ആദർശ് അധികം വൈകാതെ തന്നെ ഈ വീട്ടിലേക്ക് നയനമോളെയും കൂട്ടിക്കൊണ്ട് വരുമെന്ന് പറഞ്ഞു. സത്യമാണോടെന്ന് ചോദിച്ചു. അതേനെ, ആദർശ് എപ്പോഴും തിരക്കില്ല. ഇടയ്ക്കിടയ്ക്ക് കോളൊക്കെ വരുന്നൊക്കെ ഉണ്ട്. എന്തൊക്കെയോ കണ്ടുപിടിക്കാനുള്ള അന്വേഷണത്തിലാണെന്ന് മനസ്സിലായി. അത് കേട്ടപ്പോ മൂർത്തി മുത്തച്ഛൻ പറഞ്ഞു, എന്റെ കൊച്ചുമോനല്ലേ അവന്. എനിക്ക് അവനെ അറിയാം, എനിക്ക് അവനെ നന്നായിട്ടറിയാം. അതുകൊണ്ട് അവൻ ഒരിടത്തും പരാജയപ്പെടാൻ പോകുന്നില്ല വസുന്ധരെ. എനിക്ക് അവനിൽ വിശ്വാസം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തത്. അവൻ ഈ വീട് വിട്ട് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ സത്യം കണ്ടെത്തിയതിന് ശേഷം മാത്രമേ തിരിച്ചു കയറുള്ളൂ എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ആ ഒരു ആത്മവിശ്വാസം ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ അവനെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടേന്ന് പറഞ്ഞു. മുത്തശ്ശി പറഞ്ഞു, എന്നാലും അഭിനയം തകർത്ത് കളഞ്ഞു. അല്ല, കള്ളത്തരമൊന്നും പിടിക്കപ്പെട്ടിട്ടില്ലല്ലോ അല്ലേ എന്ന് മുത്തശ്ശൻ ചോദിച്ചു. പിടിക്കേണ്ടതായിരുന്നു. പിന്നെ ഞാൻ എന്റെ അച്ഛന്റെ ചേട്ടന്റെ മക്കളെയൊക്കെ പഴി വെച്ച് അങ്ങോട്ട് നൈസായിട്ട് ഒഴിവായി നിന്നു. എന്നാലും ആ ഇടയ്ക്ക് ഫോൺ വിളിച്ച സമയത്ത് അബിയോട് സംസാരിച്ച് കേട്ട് കഴിഞ്ഞപ്പം എല്ലാവരും സംശയത്തോടെ എന്നെ നോക്കി. പിന്നെ ഞാൻ കള്ളത്തരമൊക്കെ പറഞ്ഞ് ഒഴിവായി നിന്നു. എനിക്ക് ഇടയ്ക്ക് സംശയം ഉണ്ടായിരുന്നു എന്റെ കള്ളത്തരമൊക്കെ പിടിക്കപ്പെടുമെന്ന്. മുത്തശ്ശൻ പറഞ്ഞു, ആ സാരമില്ലടോ, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ. അതുകൊണ്ട് നമ്മൾ ഇനി അപ്പൊ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അധികം വൈകാതെ തന്നെ എല്ലാം ശരിയാവും. ഇപ്പോഴത്തെ ഈ സങ്കടമൊക്കെ അങ്ങോട്ട് മാറൂടോ എന്നൊക്കെ പറഞ്ഞ് വസുന്ധര മുത്തശ്ശിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഈ സമയത്ത് അബിയോട് പറഞ്ഞു, അബി ചടങ്ങുകളൊക്കെ ഇന്ന് അതിഗംഭീരമായിട്ട് നടന്നു കാണുമല്ലേന്ന് ചോദിച്ചു. അബി പറഞ്ഞു, അത് പിന്നെ ഇല്ലാതിരിക്കുവോ? എത്ര വലിയ ചടങ്ങുകൾ നടത്തിയെന്ന് പറഞ്ഞാലും നബി ഒരു കാര്യമുണ്ട്, അധികം വൈകാതെ എല്ലാരും കരയുമെന്ന് പറഞ്ഞു. ഈ പറയുന്ന ആദർശം എല്ലാരും. നബി പറഞ്ഞു, അത് വേണം. കാരണം നിന്നെ കുറ്റക്കാരനാക്കാനാണല്ലോ എല്ലാവർക്കും താല്പര്യം കൂടുതൽ. ഈ പറയുന്ന ആദർശ് ചെയ്ത തെറ്റുകളൊന്നും ആരും കാണുന്നില്ല എന്ന് പറഞ്ഞു. അബി പറഞ്ഞു, ഞാൻ AN ജ്വല്ലറിലേക്ക് പോകുന്നേ അവർക്ക് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ നമ്മളെ രണ്ടുപേരും തെറ്റിക്കാനായിട്ട് നിന്റെ വീട്ടുകാർ പോലും ശ്രമിച്ചില്ലെന്ന് ചോദിച്ചു. നബി പറഞ്ഞു, അതൊക്കെ എനിക്ക് അറിയാം അബി, അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. സാരില്ല, ഈ വിഷു കഴിയുന്നതോട് കൂടിയിട്ട് മൂർത്തി ജ്വല്ലറി തകർന്ന തരിപ്പണമാവില്ലെന്ന് ചോദിച്ചു. അതേന്നെ. അപ്പോഴേക്കും നബി പറഞ്ഞു, AN ജ്വല്ലറി കയറി വരണമെന്ന് എന്റെ ആഗ്രഹം. നബി പറഞ്ഞു, അതാ എന്റെ ആഗ്രഹം. നല്ല രീതിയിൽ തന്നെ AN ജ്വല്ലറിക്കാർ വളരണം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ മൂർത്തി ജ്വല്ലറി താഴേക്ക് പോകും. പിന്നെ ഈ പറയുന്ന അനിയുടെ MD കസാര തെറിക്കാൻ വഴിയുണ്ട്. അല്ലെങ്കിൽ തന്നെ ആദർശേട്ടന് ആ കസാരയിലിരുന്ന കമ്പനി തകർച്ചയിലേക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞുകൊണ്ട് അനിയെ പിടിച്ചിരുത്തിയിരിക്കുന്നത്. അവനെ എന്റെ കമ്പനിയിൽ നിന്ന് ഇറക്കി വിട്ടിരിക്കുന്നത്. അപ്പൊ അവനും കൂടെ ഉള്ള തിരിച്ചടിയായിരിക്കും ഈ വിഷു എന്ന് പറഞ്ഞു. പോരാത്തതിന് AN ജ്വല്ലറിൽ ഇപ്പം മാളവിയ എന്ന് പറഞ്ഞ നല്ലൊരു അടിപൊളി ഡിസൈനറാണ് വന്നിരിക്കുന്നത് അറിയാൻ കഴിഞ്ഞേ. നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞു. നബി പറഞ്ഞു, ആ ഒരു പ്രതീക്ഷയെ തന്നെ ഞാനും ഇരിക്കുന്നത്. നമ്മളെ താഴ്ത്തി കെട്ടിയെടുത്ത് നമുക്ക് ഉയർന്നു നിൽക്കണം. എന്റെ കുടുംബക്കാരോട് പോലും എനിക്കിപ്പോ ദേഷ്യം അറിയാലോ. ആ നന്ദും എന്റെ അച്ഛനും അമ്മയും എല്ലാരും കൂടെ ചേർന്നിട്ടാണ് നമ്മളെ രണ്ടുപേരും തെറ്റിക്കാനൊക്കെ നോക്കിയത്. നമുക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കണം അബി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ വലിയ ആള് കളിക്കുന്നുണ്ട് അബിയുടെ മുന്നിൽ. ഈ സമയത്ത് അബി ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു, ഇവളെങ്ങാനും സത്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ
വെട്ടി തുണ്ടം തുണ്ടമാക്കും. അതിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേങ്കില് സത്യങ്ങൾ ഒരു കാരണവശാലും ഇവിടെ അറിയാൻ പാടില്ല. അനികയെ തീർക്കണമെങ്കിൽ അനികയെ തീർക്കണം, അല്ലെങ്കിൽ ചന്തമോളെ തീർക്കേണ്ട കാര്യമാണെങ്കിൽ അങ്ങനെയും തീർക്കണം. അങ്ങനെയൊക്കെ തീർന്നാൽ പിന്നെ തെളിവുകളൊക്കെ അവശേഷിക്കില്ല. ഏൺ ജ്വല്ലറിക്ക് ഒന്ന് കയറി കൂടിക്കോട്ടെ, അതിനുശേഷം വേണം ചില പ്ലാനുകളൊക്കെ തയ്യാറാക്കാനായിട്ട്. തീർക്കേണ്ടവരെ തീർക്കുവാണെങ്കിൽ തനിക്ക് സമാധാനത്തോടെ ജീവിക്കാം, പിന്നെ തനിക്കൊന്നും ഭയപ്പെടേണ്ട എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു അബിയുടെ മനസ്സിൽ നിറയെ ഉണ്ടായിരുന്നേ. ഈ സമയത്ത് ആദർശന് സേവ്യറുടെ കോള് വരുവാണ്. ആ കോള് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് ആദർശന് ഒരു കാര്യം മനസ്സിലായി. അധികം വൈകാതെ തന്നെ തനിക്ക് സത്യത്തിലേക്ക് എത്താൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.